പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായ ഒരു ഓപ്പറേഷൻ സിന്ദൂർ അതാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുടനീളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. ഈ സർജിക്കൽ സ്ട്രൈക്കും അതിനെ തുടർന്നുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനും ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് മണിക്കൂറുകൾക്ക് പിന്നാലെ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും ഇന്ത്യൻ സേനയുടെ ഇടപെടൽ കാരണം അവയെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. 10 സ്ഥലങ്ങളിലായി പരന്ന പാകിസ്ഥാൻ ഡ്രോണുകളാണ് ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ സേന തകർത്തത്. ഇനി പ്രകോപനം ഉണ്ടാകില്ല എന്ന വാക്ക് തെറ്റിച്ച് പാകിസ്ഥാൻ വീണ്ടും ആക്രമണം തുടർന്നപ്പോൾ ജമ്മു കാശ്മീരിലെ സാംബയിൽ അടക്കമാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സാംബയിലെ പാക് ആക്രമണം ഇന്ത്യൻ സേന ചെറുക്കുന്ന വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വാർത്താ ഏജൻസിയായ ANI പുറത്തുവിട്ട ഈ വീഡിയോ ഇപ്പോൾ ചർച്ചയാകുന്നുമുണ്ട്. എന്തായിരുന്നാലും ഇന്ത്യൻ അതിർത്തിയിൽ ബ്ലാക്ക് ഔട്ട് തുടരുകയാണ് ഇപ്പോഴും. അതേസമയം രാജ്യത്തെ അഭിസംബോധന ചെയ്ത നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നേടിയ ഈ വിജയം രാജ്യത്തെ സ്ത്രീകൾക്ക് സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഭീകരതയ്ക്ക് അർഹിച്ച മറുപടി നൽകാൻ രാജ്യത്തിന് സാധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നീതി നടപ്പാക്കാൻ പ്രതിരോധ സേനയ്ക്ക് സാധിച്ചു. ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ഭസ്മമാക്കി. പാക് ഡ്രോണുകളും മിസൈലുകളും നമ്മൾ തകർത്തു. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഭയന്നുപോയി. ലോകം മുഴുവനും രക്ഷ തേടുകയായിരുന്നു എന്നും അവർ പറഞ്ഞു. നരേന്ദ്രമോദി പറഞ്ഞു, സേനകൾ കാണിച്ച അസാമാന്യമായ ധൈര്യമാണ് എന്ന് പറഞ്ഞ നരേന്ദ്രമോദി സൈന്യത്തെ ഒന്നടങ്കം പ്രശംസിക്കുകയും ചെയ്തു. പഹൽഗാമിലേക്ക് സമാനതകളില്ലാത്ത ക്രൂരതയാണ് നടന്നത് എന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. അമ്മമാർക്കും ഭാര്യമാർക്കും കുഞ്ഞുങ്ങൾക്കും മുന്നിലാണ് ഭീകരതയുടെ വെടിയേറ്റ് നിഷ്കളങ്കരായിട്ടുള്ള 29 പേർ പിടഞ്ഞു വീണു മരിച്ചത്. മതത്തിന്റെ പേരിലാണ് ഈ ഭീകരാക്രമണം നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ ഭീകരരുടെ പരിശീലന കേന്ദ്രത്തിൽ കടന്നു കയറി ഇന്ത്യ മറുപടി നൽകിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇങ്ങനെ ഒരു ആക്രമണം പറഞ്ഞ് ഇനിയും ഭീകരർ സ്വപ്നത്തിൽ പോലും ഇന്ത്യയെ ഒന്ന് തൊടാൻ മുതിരില്ല എന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നീതി നടപ്പിലായിരിക്കുന്നു. ബഹവൽപൂരിലും മുരടിക്കയിലും ആഗോള തീവ്രവാദ കേന്ദ്രങ്ങളായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ആ കേന്ദ്രങ്ങൾ ഭാരതം ഭസ്മമാക്കി കളഞ്ഞു. ഭീകരതയുടെ യൂണിവേഴ്സിറ്റികളാണ് ഇല്ലാതായിരിക്കുന്നത്. നമ്മുടെ പെൺകുട്ടികളുടെ സിന്ദൂരം ഭീകരർ മായ്ച്ചു. നമ്മൾ അവരെ ഭൂമുഖത്ത് നിന്നും മായ്ച്ചു കളഞ്ഞു. പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യ തകർത്തിട്ടു. വായുസേന പാകിസ്ഥാന്റെ എയർബേസുകൾ തകർത്തു. ഇതിനുശേഷം പാകിസ്ഥാൻ ഭയപ്പെട്ടു. പാക് ഭീകരവാദത്തെ ഓർമ്മിപ്പിച്ച് വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പാകിസ്ഥാനുമായി ചർച്ച നടന്നാൽ അത് പാക് അധീന കാശ്മീരുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കും എന്നും പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ സമ്പൂർണ്ണ വിജയമാക്കിയ സേനകൾക്ക് സല്യൂട്ട് പറഞ്ഞ പ്രധാനമന്ത്രി പോർമുഖത്ത് സേനകൾ അസാമാന്യമായ ധൈര്യവും പ്രകടനവും കാഴ്ചവെച്ചു എന്നും പ്രശംസിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ എല്ലാവർക്കും അഭിവാദ്യമെന്നും മോദി പറഞ്ഞു. രാജ്യത്തിന്റെ കഴിവും ക്ഷമയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടു. സായുധ സേനയെയും സൈന്യത്തെയും രഹസ്യാന്വേഷണ ഏജൻസിയെയും ശാസ്ത്രജ്ഞന്മാരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പഹൽഗാമിലേക്ക് സമാനതകളില്ലാത്ത ക്രൂരതയാണ് നടന്നത് എന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. അമ്മമാർക്കും ഭാര്യമാർക്കും കുഞ്ഞുങ്ങൾക്ക് മുമ്പിലിട്ട് ആ ഭീകരർ 26 മുതൽ 29 പേരുടെ ജീവൻ കവർന്നപ്പോൾ അവർ ഒരു ട്രോമയാണ് ഈ രാജ്യത്തിന് സമ്മാനിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു പേരല്ല, അതിൽ രാജ്യത്തിന്റെ കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരമാണ് പ്രതിഫലിച്ചത് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. പഹൽഗാമിന് ശേഷം രാജ്യം മുഴുവനും ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിന്നു. ഭീകരരെ മണ്ണോട് മണ്ണാക്കാൻ സൈന്യത്തിന് സകല സ്വാതന്ത്ര്യവും നൽകി പ്രധാനമന്ത്രി. ഞങ്ങളുടെ പെൺമക്കളുടെയും സഹോദരിമാരുടെയും നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചതിന്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് ഇനിയും അവർ ഓരോ ഭീകരനും ഭീകര സംഘടനകളും ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണക്കാരായ പാകിസ്ഥാൻ ഭീകരരുടെ പരിശീലന കേന്ദ്രത്തിൽ കയറിയാണ് ഇന്ത്യ മറുപടി നൽകിയത്. ഭീകരർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരു തിരിച്ചടിയായിരുന്നു അത്. ഓപ്പറേഷൻ
സിന്ദൂറിലൂടെ നരേന്ദ്രമോദി 140-ലധികം കോടി വരുന്ന ജനങ്ങൾക്ക് സമ്മാനിച്ചത് ഒരു നീതിയായിരുന്നു. അടിയേറ്റ പാകിസ്ഥാൻ വെടിനിർത്തലിന് കരഞ്ഞപേക്ഷിച്ചു. അങ്ങനെ DGMOയെ വിളിച്ച് വെടിനിർത്തലിന് അപേക്ഷിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത്. 100-ലധികം ഭീകരരെ വധിച്ചു പാക് സേന. പാക് സേനയിലെ 100-ലധികം ഭീകരരെ ഇന്ത്യ വധിച്ചു. പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ തകർത്തു. അവരുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ഇന്ത്യ നിഷ്പ്രഭമാക്കിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിൽ എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനിൽ നിന്ന് അകലുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. അടുത്ത സുഹൃത്തായ ചൈന പോലും ഒപ്പം നിന്നതായി കണ്ടുമില്ല. ഇസ്രായേൽ, റഷ്യ, ബ്രിട്ടൻ, നെതർലാൻഡ്സ് തുടങ്ങിയ വലിയ രാജ്യങ്ങൾ ഇന്ത്യയെ പിന്തുണച്ചപ്പോൾ അമേരിക്കയും ചൈനയും ഒന്നും പരസ്യമായി പറഞ്ഞില്ലെന്ന് മാത്രം. പക്ഷേ അവരുടെ ഒരു പ്രസ്താവനയും പാകിസ്ഥാനെ അനുകൂലിച്ചോ ഇന്ത്യയെ പ്രതികൂലിച്ചോ ഉണ്ടായിരുന്നില്ല എന്നതും നേട്ടമാണ്. അതുപോലെ ഡച്ച് MP ഗീർട്ട് വൈൽഡേഴ്സ് ഇന്ത്യയെ അനുകൂലിച്ചത് മാത്രമല്ല, പാകിസ്ഥാനെ പ്രതികൂലിച്ചും സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യയെ അനുകൂലിച്ച് കൃത്യമായ രൂപത്തിൽ അവർ അവരുടെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരെയാണ് തങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ഒരു പോസ്റ്റിൽ അദ്ദേഹം എഴുതി, ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു, 100% കാശ്മീർ ഇന്ത്യയുടേതാണ്. ഇതോടൊപ്പം അദ്ദേഹം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ എന്ന് ഹാഷ്ടാഗും എഴുതി വെച്ചു. ഇന്ത്യക്ക് ഇപ്പോഴും ഒരു യഥാർത്ഥ സുഹൃത്തായി റഷ്യ കൂടെ തന്നെ നിന്നു. ഇതിന് ചരിത്രം സാക്ഷിയുമാണ്. ഇത്തവണ അവർ തങ്ങളുടെ സൗഹൃദം തെളിയിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലെ തീവ്രവാദ ഒളിത്താവളങ്ങൾ നശിപ്പിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂറിനെയും റഷ്യ പിന്തുണച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു ദിവസം മുമ്പ് മെയ് 5-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഒരു സംഭാഷണം നടത്തിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പുടിൻ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുകയും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് പരിപൂർണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. പഹൽഗാം പോലെയുള്ള ഹീനമായ കുറ്റകൃത്യങ്ങളിലെ കുറ്റവാളികളെയും അവരുടെ കൂട്ടാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പുടിൻ പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ നടപടിയെടുക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ട് എന്നും അവിടുത്തെ വിദേശകാര്യമന്ത്രിയും തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഇസ്രായേൽ ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകുക മാത്രമല്ല, ഇന്ത്യക്ക് വേണ്ടി പരസ്യമായി നയതന്ത്ര ഇടപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇന്ത്യ പാകിസ്ഥാനെതിരെ ഇസ്രായേൽ നൽകിയ ആയുധങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. അത് പാകിസ്ഥാനെ പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു. ചാവേ ഡ്രോണുകൾ ഇല്ലെങ്കിൽ ആത്മഹത്യാ ഡ്രോണുകൾ എന്നിങ്ങനെ പൊതുവെ അറിയപ്പെടുന്നവയാണ് ഇസ്രായേൽ നിർമ്മിത ഹാരോപ്പ് ഡ്രോണുകൾ. ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ MBT മിസൈൽസ് ഡിവിഷൻ വികസിപ്പിച്ചെടുത്ത ഹാരോപ്പ് ഡ്രോണുകൾ, അതുപോലെ ലോയിറ്ററിംഗ് മുനിഷൻസ് എന്നറിയപ്പെടുന്ന ആയുധ വിഭാഗങ്ങളിലാണ് പെടുന്നത്. ഇസ്രായേൽ ഇന്ത്യയുടെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നതോടൊപ്പം തന്നെ നിരപരാധികൾക്കെതിരെ ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ അതിനുശേഷം ഒളിക്കാൻ പാകിസ്ഥാൻ ഒരു ഇടവുമില്ല എന്ന് തീവ്രവാദികളെ അറിയിച്ചു കൊടുക്കണം എന്ന് ഇസ്രായേൽ ഇന്ത്യയോട് തറപ്പിച്ചു പറഞ്ഞു. ഇതാണ് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ റൂവൻ അസർ അദ്ദേഹം മെയ് 7-ാം തീയതി ട്വിറ്ററിലൂടെ ലോകത്തെ അറിയിച്ചത്. ഇന്ത്യക്കൊപ്പം നിൽക്കുന്നവരിൽ ഫ്രാൻസും ഉൾപ്പെടുന്നുണ്ട്. റാഫേലിനെ കുറിച്ച് നുണ പ്രചരിപ്പിക്കുന്നവർക്ക് മറുപടി നൽകിയതും ഫ്രാൻസ് തന്നെയാണ്. ഏതെങ്കിലും റാഫേൽ വിമാനം വെടിവെച്ചിട്ടതായി തങ്ങൾക്കൊരു വിവരവുമില്ല എന്നാണ് ഫ്രാൻസ് വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ പ്രവർത്തനം ഭീകരതയ്ക്കെതിരെയാണെന്നും അവർ പിന്തുണ അർഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.